നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാനിലെ ആണവ നിലയത്തിന് നേരെ ആക്രമണം ഉണ്ടായി. ഇറാന്റെ പ്രധാന ആണവ നിലയമായ നാതാൻസിനാണ് ആക്രമണത്തിൽ നേരിയ കേടുപാടുകൾ സംഭവിച്ചതായി UN ആണവ ഏജൻസി സ്ഥിരീകരിച്ചത്. എന്നാൽ റേഡിയേഷൻ ഭീഷണി നിലവിലില്ല. ഭരണസിരാ കേന്ദ്രങ്ങൾ തകർത്തു. ഇറാന്റെ പ്രസിഡന്റിന്റെ ഓഫീസും നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ കെട്ടിടവും ഇസ്രായേൽ വ്യോമസേന നേരത്തെ തന്നെ തകർത്തിരുന്നു. എന്നാൽ യുദ്ധത്തിൽ ഇടപെടരുതെന്ന് ഇറാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക്, അതായത് ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇടപെട്ടാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ പക്ഷം. എന്നാൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മറുപടിയും നൽകി. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന ഏത് കപ്പലും കത്തിച്ചു കളയുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ജനറൽ ഭീഷണി മുഴക്കിയത്. എണ്ണവില ബാരലിന് $200 കുതിക്കുകയാണ്. എന്നാൽ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സൈനികമായി ആക്രമണത്തിൽ പങ്കുചേരില്ലെന്നും എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ സ്വയം പ്രതിരോധിക്കുമെന്നും ജർമ്മനി അറിയിച്ചിട്ടുണ്ട്. ഇറാൻ നടത്തിയെന്ന് സംശയിക്കുന്ന ഡ്രോൺ ആക്രമണത്തിൽ ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിന് തീപിടിച്ചു. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവം. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വൻതോതിൽ വർദ്ധിക്കുന്നതിനിടെയാണ് ഈ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മേഖലയിലെ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN ആണ് വാർത്ത പുറത്തുവിട്ടത്. കോൺസുലേറ്റ് കെട്ടിടത്തിന് മുകളിൽ കറുത്ത പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഡ്രോൺ സംബന്ധമായ ഒരു സംഭവത്തെ തുടർന്നുണ്ടായ തീപിടുത്തം അണച്ചതായും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. കോൺസുലേറ്റിന് പുറമെ ദുബായിൽ മറ്റു ഭാഗങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ നിന്നുള്ള മിസൈലുകളും ഡ്രോണുകളും UAEയുടെ വിവിധ ഭാഗങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് സൂചന. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുബായ് അതീവ ജാഗ്രതയിലാണ്. ആഡംബര ദ്വീപായ പാം ജുമറയിലെ ഒരു ഹോട്ടലിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടാവുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സുരക്ഷാ കാരണങ്ങളാൽ ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു. പല വിമാനങ്ങളും വഴി തിരിച്ചുവിട്ടു. ഷോപ്പിംഗ് മാളുകൾ താൽക്കാലികമായി അടയ്ക്കുകയും ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിലും മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം തുടരുകയാണ്. ഇറാനിലെ മോട്ടോർ സൈക്കിൾ കൊലയാളികളെ ഇസ്രായേൽ വേട്ടയാടി തുടങ്ങി. ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് ഈ നീക്കമെന്നാണ് സൂചന. ഇറാനിലെ ഭരണകൂടത്തിനു വേണ്ടി ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭീകര സേനയായ മോട്ടോർ സൈക്കിൾ മിലിഷ്യ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. അമേരിക്കയുടെ ഇറാൻ നയങ്ങളിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി പറയുന്നത്. ഇറാൻ ഭരണകൂടത്തെ വീഴ്ത്താൻ ട്രംപിന്റെ പുതിയ തന്ത്രമായി ഇത് കണക്കാക്കുന്നു. അമേരിക്കൻ സൈനികരില്ലാതെ കരസേനാ നീക്കം നടത്താനാണ് ട്രംപിന്റെ പദ്ധതി. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിദേശ സൈന്യങ്ങളെ ഉപയോഗിച്ചുള്ള പുതിയ തന്ത്രവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതിയിട്ടു. സ്വന്തം സൈനികരെ നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറക്കാതെ തന്നെ ഇറാനിൽ ഒരു കരസേനാ നീക്കം നടത്താനാണ് വാഷിംഗ്ടൺ പദ്ധതി ഇട്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ശക്തമായ ബോംബാക്രമണമാണ് നടത്തുന്നത്. എന്നാൽ വെറും വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഇറാൻ ഭരണകൂടത്തെ പുറത്താക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് പുതിയ നീക്കം. വിദേശ സൈനികരെ ഉപയോഗിച്ചും അമേരിക്കൻ സൈനികരുടെ ജീവന് അപകടത്തിലാക്കാതെ മറ്റു വിദേശ സൈന്യങ്ങളെയും പ്രാദേശിക സായുധ സംഘങ്ങളെയും ഉപയോഗിച്ച് ഇറാനിൽ അട്ടിമറി നടത്താനാണ് ട്രംപും നെതന്യാഹുവും ലക്ഷ്യമിടുന്നത്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്യുന്നതിനൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇറാനുള്ളിൽ സൈനിക സമ്മർദ്ദം ചെലുത്താനാണ് പദ്ധതി. ഇറാന്റെ ആണവ പദ്ധതികളും ഭീകരവാദ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുക എന്നതിലുപരി അവിടുത്തെ ഭരണകൂടത്തെ തന്നെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അമേരിക്കയും ഇസ്രായേലും നീങ്ങുന്നത്. അമേരിക്ക ആദ്യം, അതായത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി സ്വന്തം സൈനികരുടെ ആൾനാശം ഒഴിവാക്കി സഖ്യകക്ഷികളെയും മറ്റു സൈന്യങ്ങളെയും ഉപയോഗിച്ച് ഇറാനെ തളയ്ക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസും തമ്മിൽ വാഷിംഗ്ടണിൽ നിർണായക കൂടിക്കാഴ്ച നടത്തി. എണ്ണവില കുത്തനെ കുറയ്ക്കുകയും ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കുകയും ചെയ്യുമെന്നാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ചയിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ലോകം ഉറ്റുനോക്കിയ നിർണായക കൂടിക്കാഴ്ചയിൽ ജർമ്മൻ ചാൻസലർ മെർസും US പ്രസിഡന്റ് ട്രംപും വൈറ്റ് ഹൌസിൽ വെച്ചാണ് ചർച്ച നടത്തിയത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം, ഉക്രൈൻ പ്രതിസന്ധി, അന്താരാഷ്ട്ര വ്യാപാരം എന്നീ വിഷയങ്ങളാണ് ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നത്. ടെഹ്റാനിലെ
നിലവിലെ ഭരണകൂടത്തെ താഴെ ഇറക്കണമെന്ന കാര്യത്തിൽ തങ്ങൾ യോജിച്ചതായി ചാൻസലർ മെർസ് വ്യക്തമാക്കി. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും അവരുടെ പരമോന്നത നേതാവിനെ വധിച്ചതായും ട്രംപ് പറഞ്ഞു. യുദ്ധം മൂലം എണ്ണവില വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് മെർസ് ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ ഇറാൻ വിഷയം പരിഹരിക്കപ്പെടുന്നതോടെ എണ്ണവില മുമ്പ് ഒരിക്കലുമില്ലാത്ത വിധം കുറയുമെന്നും ട്രംപ് ഉറപ്പു നൽകി. മുൻ ചാൻസലർ അംഗല മെർക്കലിന്റെ കുടിയേറ്റ ഊർജ്ജ നയങ്ങളെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ മെർസ് മികച്ച നേതാവാണെന്നും മെർക്കലിന്റെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജർമ്മനിയെ ശരിയായ ദിശയിൽ നയിക്കുന്ന വ്യക്തിയാണെന്നും ട്രംപ് പുകഴ്ത്തുകയും ചെയ്തു. ജർമ്മൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ കടുത്ത നികുതി ചുമത്തുന്നതിനെ കുറിച്ച് സംസാരിക്കവേ ജർമ്മനിയെ നമ്മൾ വളരെ കഠിനമായി കൈകാര്യം ചെയ്യണമെന്ന് ട്രംപ് തമാശ രൂപേണ പറഞ്ഞത് ചർച്ചാവേദിയിൽ ചിരി പടർത്തി. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആദ്യ യൂറോപ്യൻ നേതാവാണ് മെർസ്. ട്രംപും മെർസും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം അമേരിക്കയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനിലെ ഭരണമാറ്റവും ആഗോള എണ്ണ വിപണിയിലെ മാറ്റങ്ങളുമാണ് ട്രംപ് മെർസ് ചർച്ചയുടെ കാതൽ. ഒരു വശത്ത് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് ഇരു നേതാക്കളും. യുഎഇയിൽ വീണ്ടും മിസൈൽ മുന്നറിയിപ്പും സ്ഫോടനങ്ങളും ഉണ്ടായതിനെ തുടർന്ന് വിമാന ഗതാഗതം തടസ്സപ്പെട്ടു. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. നഗരത്തിൽ ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായി. ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുക്കുന്നതിനിടെ ദുബായ്, അബുദാബി, ദോഹ എന്നിവിടങ്ങളിൽ വീണ്ടും മിസൈൽ മുന്നറിയിപ്പും ശക്തമായ സ്ഫോടന ശബ്ദങ്ങളുമാണ് ഉണ്ടായത്. ചൊവ്വാഴ്ച വൈകുന്നേരമുണ്ടായ മിസൈൽ ഭീഷണിയെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനങ്ങൾ ആകാശത്ത് തന്നെ തുടരുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു. ലണ്ടനിൽ നിന്നുള്ള എമിറേറ്റ്സ് A380 വിമാനം ലാൻഡിങ്ങിന് തൊട്ടു മുമ്പാണ് മിസൈൽ അലാറം ഉണ്ടായതിനെ തുടർന്ന് വഴിതിരിച്ചുവിട്ടത്. 1 മണിക്കൂറോളം ഒമാൻ ഉൾക്കടലിന് മുകളിൽ വട്ടമിട്ട് പറന്ന വിമാനം 1.5 മണിക്കൂർ വൈകിയാണ് നിലത്തിറങ്ങിയത്. നഗരത്തിൽ സൈറണുകൾ മുഴങ്ങിയതായും ദൂരെ സ്ഫോടനങ്ങൾ കേട്ടതായും താമസക്കാർ സാക്ഷ്യപ്പെടുത്തി. എന്നാൽ നിലവിൽ സ്ഥിതിഗതികൾ സുരക്ഷിതമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടിയായി പലപ്പോഴും വ്യോമപാതകൾ അടയ്ക്കേണ്ടി വരുന്നത് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇനി പറയുന്ന വാർത്ത കേരളത്തിൽ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് തന്നെ പ്രേക്ഷകർ വിലയിരുത്തുക. ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡഫോളും പ്രമുഖ ജർമ്മൻ TV അവതാരക മരിയ സ്ലോങ്കയും തമ്മിൽ തർക്കമുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകരുതെന്ന യുദ്ധത്തിന്റെ മുൻപേ സർക്കാർ മുന്നറിയിപ്പ്, അതായത് ട്രാവൽ വാണിംഗ് നൽകിയിരുന്നോ എന്നതായിരുന്നു വിഷയം. മന്ത്രിയുടെ വാദം ജനുവരി മുതൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകരുതെന്ന ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് മന്ത്രി തർക്കിച്ചു. എന്നാൽ ദുബായ് ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് അത്തരമൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ലെന്ന് അവതാരക ചൂണ്ടിക്കാട്ടി. യഥാർത്ഥത്തിൽ ഇസ്രായേലിനും ഇറാനും മാത്രമാണ് നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. ദുബായ് പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യുദ്ധം തുടങ്ങിയ ശനിയാഴ്ച, അതായത് ഫെബ്രുവരി 28 മാത്രമാണ് മുന്നറിയിപ്പ് വന്നത്. ടൂറിസ്റ്റ് കമ്പനികളും ട്രാവൽ അസോസിയേഷനുകളും മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് തെളിവ് സഹിതം പറഞ്ഞതോടെ മന്ത്രിക്ക് പിടിച്ചു നിൽക്കാനായില്ല. തനിക്ക് തെറ്റ് പറ്റിയതാണെന്നും ഫെബ്രുവരി 28 ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകിയതെന്നും അദ്ദേഹം പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ സമ്മതിച്ചു. ടൂറിസ്റ്റുകൾ ദുബായിൽ കുടുങ്ങാൻ കാരണം സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് ഇല്ലാത്തതാണെന്ന ആക്ഷേപം ഇതോടെ ശക്തമായി. ചുരുക്കത്തിൽ ടിവിയിൽ തർപ്പിച്ചു പറഞ്ഞ കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതോടെ മന്ത്രിക്ക് പൊതുസമക്ഷം, അതായത് പബ്ലിക്കായി തിരുത്തി പറയേണ്ടി വന്നു. മാപ്പും പറഞ്ഞു. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും വിവരക്കേടും അതുപോലെ തന്നെ വെല്ലുവിളിയും എല്ലാം ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. മന്ത്രിയാണെങ്കിലും മറ്റേത് ഭരണാധികാരിയാണെങ്കിലും തെറ്റ് സംഭവിച്ചാൽ തിരുത്തുകയും അതിന് പൊതുജന സമക്ഷം മാപ്പ് പറഞ്ഞുമാണ് മാതൃകയാകേണ്ടത്. അതിനു പകരം വെല്ലുവിളി തുടർന്ന് നാടകം അഭിനയിച്ചു തന്നെ ഉള്ള വിലയും കൂടെ മന്ത്രി വീണ ജോർജ് കളഞ്ഞു കുളിച്ചു എന്നാണ് ഞങ്ങളുടെ പക്ഷം. ജർമ്മനിയിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായി. ബേബി ബൂമർ തലമുറ വിരമിക്കുന്നത് അതേസമയം പ്രതിസന്ധിയാവുകയാണ്. ജർമ്മനിയിലെ തൊഴിൽ വിപണിയിൽ വിദേശ തൊഴിലാളികളുടെ സാന്നിധ്യം അഭൂതപൂർവമായി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ പഴയ തലമുറ, അതായത് ബേബി ബൂമേഴ്സ് കൂട്ടത്തോടെ വിരമിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന തൊഴിൽക്ഷാമം പരിഹരിക്കാൻ വിദേശികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി വ്യക്തമാക്കി. ജർമ്മൻകാരുടെ എണ്ണം കുറയുന്ന സാഹചര്യമാണുള്ളത്. സ്വദേശികളായ തൊഴിലാളികളുടെ എണ്ണം കുത്തനെ ഇടുകയാണ്.
തുടരുകയാണ്. ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം തൊഴിൽ മേഖലയിലെ വളർച്ച പൂർണ്ണമായും യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെ കേന്ദ്രീകരിച്ചാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2,24,000 വിദേശ തൊഴിലാളികൾ അധികമായി ജർമ്മൻ തൊഴിൽ വിപണിയിലെത്തി. നിലവിൽ 5.89 ദശലക്ഷം വിദേശികളാണ് സാമൂഹിക സുരക്ഷാ വിഹിതം, അതായത് സോഷ്യൽ സെക്യൂരിറ്റി അടച്ച് ജോലി ചെയ്യുന്നത്. ഉക്രൈനിൽ നിന്നുള്ളവരും മറ്റ് 8 പ്രധാന രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളും ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാകുന്നുണ്ട്. ഏകദേശം 1 ലക്ഷത്തോളം അഭയാർത്ഥികൾ തങ്ങളുടെ അപേക്ഷകളിൽ തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ജോലി ലക്ഷ്യമാക്കി മാത്രം ജർമ്മനിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം 2020 അപേക്ഷിച്ച് ഇരട്ടിയായി വർദ്ധിച്ചു. വിദേശ തൊഴിലാളികളെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ്. 3.07 ദശലക്ഷം പേരാണ്. യുവജനങ്ങൾക്ക് മതിയായ പരിശീലന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് ജർമ്മൻ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ ചൂണ്ടിക്കാട്ടി. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഫെഡറൽ ചാൻസലർ മെർസ് മുൻഗണന നൽകണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടു. ചുരുക്കത്തിൽ ജർമ്മനിയിലെ തദ്ദേശീയരായ തൊഴിലാളികൾ കുറയുന്നതോടെ രാജ്യം സാമ്പത്തിക ഭദ്രതയ്ക്കായി വിദേശികളെയും കുടിയേറ്റക്കാരെയും കൂടുതൽ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ജർമ്മനിയിലേക്ക് കുടിയേറുന്ന ഒട്ടനവധി ആളുകൾ റിക്രൂട്ടിംഗ് ഏജൻസികൾ എന്ന പേരിൽ തട്ടിക്കൂട്ട് പരിപാടികളുമായി ജോലി തരാമെന്ന വ്യാജേന ലക്ഷങ്ങൾ കീശയിലാക്കി ചതിക്കുഴിയിൽ വീഴുന്നുണ്ടെന്നുള്ള കാര്യം ഈ അവസരത്തിൽ പ്രത്യേകം പരാമർശിക്കുകയാണ്. ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു. ഡൽഹിയിൽ 80 അന്താരാഷ്ട്ര വിമാനങ്ങളാണ് റദ്ദാക്കിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് തടസ്സപ്പെട്ട വിമാന സർവീസുകൾ ഇന്ത്യയിൽ നിന്ന് ഭാഗികമായി പുനരാരംഭിച്ചു. എന്നാൽ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചൊവ്വാഴ്ച മാത്രം 80 അന്താരാഷ്ട്ര വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നതായും റിപ്പോർട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ ചില എയർലൈനുകൾ പരിമിതമായ തോതിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വിമാനങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നത് തുടരുകയാണ്. ഡൽഹി വിമാനത്താവളത്തിൽ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയത് ആയിരക്കണക്കിന് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ ഭീഷണിയാണ് വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ കാരണം. ബുധനാഴ്ച ഹോളി ആഘോഷങ്ങൾ നടക്കാനിരിക്കെ ഉണ്ടായ യാത്രാ തടസ്സം അവധിക്ക് നാട്ടിലേക്ക് മടങ്ങാനിരുന്നവരെയും സാരമായി ബാധിച്ചു. വിമാന കമ്പനികൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ എത്തുന്നതിന് മുമ്പ് തങ്ങളുടെ വിമാനത്തിന്റെ നിലവിലെ വിവരം പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യൻ വ്യോമഗതാഗതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും ഗൾഫ് മേഖലയിലേക്കുള്ള സർവീസുകൾ പതിയെ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയങ്ങളൊന്നായ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക അതിന്റെ 400ാം വാർഷിക ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ്. വാർഷികത്തോടനുബന്ധിച്ച് ബസലിക്കയ്ക്കുള്ളിലെ അമൂല്യമായ കലാസൃഷ്ടികളുടെയും മൊസൈക് ചിത്രങ്ങളുടെയും വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ബസലിക്കയ്ക്കുള്ളിലെ ഏകദേശം 10,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള മൊസൈക് ചിത്രങ്ങളാണ് നവീകരിക്കുന്നത്. വത്തിക്കാൻ മൊസൈക് സ്റ്റുഡിയോയിലെ വിദഗ്ധരായ കലാകാരന്മാർ അതീവ ജാഗ്രതയോടെയാണ് ഈ ചിത്രങ്ങളുടെ നിറവും തനിമയും ചോർന്നു പോകാതെ മിനുക്കിയെടുക്കുന്നത്. ബസലിക്കയ്ക്കുള്ളിലെ സ്വർണം പൂശിയ പ്രതലങ്ങൾ വൃത്തിയാക്കുന്നതിനും കാലപ്പഴക്കത്താൽ മങ്ങിയ സൂക്ഷ്മമായ ഭാഗങ്ങൾ പുനരുദ്ധരിക്കുന്നതിനുമുള്ള ജോലികൾ രാപ്പകൽ നടന്നു വരികയാണ്. വിനോദസഞ്ചാരികൾക്കിടയിലും സന്ദർശകർക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ അറ്റകുറ്റപ്പണികൾ ക്രമീകരിക്കുന്നത് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ അവിടേക്ക് ആകർഷിക്കാനാണ്. 400 വർഷത്തെ ചരിത്രപ്പഴക്കമുള്ള ഈ മഹാമന്ദിരം അതിന്റെ പഴയ പ്രതാപത്തോടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് വത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. 400ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബസലിക്ക പുത്തൻ തിളക്കത്തോടെ വിശ്വാസികളെയും സഞ്ചാരികളെയും സ്വീകരിക്കുമെന്നാണ് വത്തിക്കാൻ കരുതുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.